തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന വയനാട്ടിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് കൊട്ടിഘോഷിച്ചു തുടങ്ങിയ തുരങ്കപാതയുടെ തുടർ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ വരികയാണ്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പുനരാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ വരികയാണ്. യഥാർത്ഥത്തിൽ താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊരു ബദലാണ് തുരങ്കപാത എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇത് ബദൽ മാർഗമാണോ എന്നത് സംബന്ധിച്ച്, ഈ ബദൽ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ളൊരു ചർച്ച ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അന്നത്തെ സർക്കാരിൻ്റെ PR പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി അത്തരമൊരു ചർച്ചകൾക്കൊരു പ്രാതിനിധ്യവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വികസനത്തെ തടയുന്ന ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, കാലം പുരോഗമിക്കുമ്പോൾ വികസനം വരും, ആ വികസനത്തോട് നമ്മൾ മുഖം തിരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ചില നീക്കങ്ങളും ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തുരങ്കപാതയിലേക്ക് തന്നെ ആളുകൾ എത്തിച്ചേരുകയായിരുന്നു. എന്നാൽ തുരങ്കപാതയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ കള്ളാടി ആണെങ്കിലും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ആനക്കാംപൊയിലിലെ മുത്തപ്പൻപുഴയിലെയും മറിപ്പുഴയും സ്വർഗംകുന്നുമൊക്കെ കടന്നുകൊണ്ടുള്ള ഈ പ്രദേശത്താണെങ്കിൽ പോലും ഈ രണ്ട് ഭാഗവും പ്രകൃതിപരമായിട്ട് അനുയോജ്യമായ ഒന്നാണോ എന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാരണം, ഇത് പരിസ്ഥിതി ദുർബല പ്രദേശമാണ് എന്നാണ്. 1984 ഉണ്ടായ വലിയ ഉരുൾപൊട്ടൽ മുതൽ 2024 ജൂലൈ 30 ചൂരൽമലയെയും മുണ്ടക്കയെയും വിഴുങ്ങിയ മഹാദുരന്തം വരെയുള്ള സംഭവങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് വയനാട് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് അറിയാം. വയനാട്ടിൽ ഒരു മുൻ കലക്ടറുടെ റിപ്പോർട്ട് വരെ ഉണ്ട്. അവിടുത്തെ മണ്ണിന് അത്ര തന്നെ ഉറപ്പുകളില്ല. വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാകമുള്ള മണ്ണല്ല അത്. കെട്ടിടങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, പകരം ഇത്തരത്തിലുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്ന, പ്രകൃതിക്ക് ദോഷകരമാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ കൂടി ബാധിച്ചുകൊണ്ടാണത് പറയുന്നത്. ഈ ഒരു അവസ്ഥയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിൽ എന്തും ഭവിച്ചേക്കാവുന്നതാണ് എന്ന ഒന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. താമരശ്ശേരി ചുരം കയറിക്കൊണ്ട് പോകുന്ന അതിൻ്റെ പ്രയാസമാണ് പറയുന്നത്. അടിക്കടി ഉണ്ടാകുന്ന മൺവീഴ്ച, അതോടൊപ്പം തന്നെ മരങ്ങൾ മുറിഞ്ഞ ഗതാഗതം തടസ്സപ്പെടൽ, ചുരത്തിൽ ഏതെങ്കിലും വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കുടുങ്ങിയാൽ അത് മൂലമുണ്ടാകുന്ന ഗതാഗത സ്തംഭനം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നു. വയനാട്ടിൽ നിന്നൊരു രോഗിയുമായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട്ടേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആംബുലൻസുകൾ വരെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇതിനൊരു ബദൽ എന്ന് പറയും. എന്നാൽ യഥാർത്ഥ ബദൽ ഈ ആനക്കാംപൊയിലിലൂടെ വയനാട്ടിലേക്ക് കടന്നു പോകുന്ന ബദലാണോ? അങ്ങനെയൊരു ബദലിന് സാധ്യതയുണ്ടോ? എന്നാൽ അതിന് പകരമായി മറ്റൊരു ബദൽ പാതയെ ആ പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തകരും ആ പ്രദേശത്തെ രാഷ്ട്രീയക്കാരും തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെച്ചപ്പോൾ ആ ആശയത്തെ ഇതുവരെ ഒന്ന് കേൾക്കുവാനോ ആ ആശയത്തെക്കുറിച്ച് പഠിക്കുവാനോ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ചെറിയ ഒരാൾ എഴുതിയ എഴുത്തിലുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ വായിക്കാം. വയനാടിന് പുറത്തുള്ളവർ കരുതിയിരിക്കുന്നത് താമരശ്ശേരി ചുരത്തിന് ബദലാണ് തുരങ്കമെന്നാണ്. എന്നാൽ കോഴിക്കോട് മുക്കത്തിനടുത്ത് ആനക്കാംപൊയിൽ നിന്ന് തുടങ്ങി വയനാട് ചൂരൽമലക്കടുത്ത് കള്ളാടിയിലെത്തുന്ന പാത യഥാർത്ഥത്തിൽ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന ഒന്നാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം കള്ളാടി എന്നത് മേപ്പാടിയും കഴിഞ്ഞ് ചൂരൽമല റോഡിൽ വയനാടിൻ്റെ ഒരു അരികിലുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് കൽപ്പറ്റയിലെത്താൻ പിന്നെയും കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. താമരശ്ശേരി ചുരം കയറി ലക്കിടി എത്തിയാൽ കേവലം 18 കിലോമീറ്റർ മാത്രമാണ് കൽപ്പറ്റക്കുള്ളത്. കള്ളാടി കൽപ്പറ്റ ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട്. തുരങ്കപാതയ്ക്ക് 8-9 കിലോമീറ്ററാണ് ദൂരം. താമരശ്ശേരി നിന്ന് ആനക്കാംപൊയിലെത്താൻ 27 കിലോമീറ്ററും അങ്ങനെ നോക്കുമ്പോൾ 50 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ മാത്രമാണ് ഒരാൾക്ക് കൽപ്പറ്റയിൽ എത്താൻ സാധിക്കുക എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ വയനാട് ചുരം കയറി എത്താൻ പറ്റുന്ന ഒന്നിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ചുരം പാതയിൽ ഇത് 40-45 കിലോമീറ്ററാണ് ദൂരം എന്നതാണ്. ഇതിനേക്കാൾ പരിഗണന കൊടുക്കേണ്ടത് ചിപ്പിലിത്തോട്, അതാണ് നമ്മൾ പറഞ്ഞു വന്ന മറ്റൊരു പ്രദേശമെന്ന് പറയുന്നത്. അടിവാരത്തെ ചിപ്പിലിത്തോട്ട് നിന്നാണ് മറ്റൊരു ചുരം ബദൽ പാതയെക്കുറിച്ച് നേരത്തെ സംസാരമുണ്ടായിരുന്നത്. എന്നാൽ ആ ചുരം ബദലിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നില്ല. പ്രത്യേക താല്പര്യം ഇവിടുത്തെ പല സംവിധാനങ്ങൾക്കും ഉണ്ടോ എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഈ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് UDF സർക്കാർ അതിന് മുതിരുന്നില്ല എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഹരിത MLA-മാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, നമ്മൾ കേൾക്കാം. ആ ആശയം ഉയർത്തുന്ന ചില ആളുകൾ ഇന്ന് മന്ത്രിസഭയിൽ പോലും ഉണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള തുരങ്കപാതയെ നേരത്തെ എതിർത്ത ആളുകളാണ്. അതോടൊപ്പം തന്നെ ഈ ഇത്തരം ഹരിത ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമായിരിക്കും, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, ഇത് പ്രകൃതി ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തുരങ്കപാതയെ എതിർത്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ശേഖരിക്കുന്ന ശാസ്ത്ര ഗവേഷകന്മാരുണ്ട്. അവരുടെയൊക്കെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോകുമോ എന്നതൊക്കെ ഒരു ചെറിയ സംശയമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു ദുരന്തങ്ങളൊക്കെ സംഭവിച്ചത് ആ ഒരു പ്രദേശത്തെ ഭൂമിയുടെ ആന്തരിക തകർച്ചയുടെ നേർസാക്ഷ്യങ്ങളാണെന്നും തുരങ്കപാത പദ്ധതി ഉപേക്ഷിക്കണമെന്നുമുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പൊക്കെ മുഖവിലേക്കെടുത്താണ് സർക്കാർ ഈ ഒരു പുനരാലോചനയ്ക്ക് ഒരുങ്ങുന്നത്. ഈ വിഷയത്തിൽ വിദഗ്ധരുടെ പഠന റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകും എന്നാണ് സർക്കാർ നിലപാട് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ചെമ്പ്ര, വെള്ളരിമല, 900 കണ്ടി, അരണമല എന്നീ പ്രദേശങ്ങൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് അതിതീവ്ര ദുർബല പ്രദേശമാണ് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് പലതരത്തിലുള്ള കണക്കുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട്. 150 മില്യൺ വർഷത്തിലേറെ പഴക്കമുള്ള ഈ മലനിരകളിൽ നിരന്തരമായ വെതറിങ് അഥവാ ശിലാക്ഷയം നടക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി പെയ്തിറങ്ങുന്ന മഴയും കാറ്റും ഈ പാറക്കൂട്ടങ്ങളെയും മണ്ണിനെയും അത്രമേൽ ദുർബലമാക്കി മാറ്റും എന്നാണ് മുന്നറിയിപ്പ്. ഭൂഗർഭശാസ്ത്രമനുസരിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ ഈ ഭാഗങ്ങൾ സങ്കീർണമായ ഭ്രംശരേഖകളാൽ നിറഞ്ഞതാണ്. തുരങ്ക നിർമ്മാണത്തിനായി നടത്തുന്ന വൻ സ്ഫോടനങ്ങൾ ഈ പ്രദേശങ്ങളെ കൂടുതൽ പ്രകമ്പനം കൊള്ളിക്കാൻ കാരണമാകുമെന്നാണ് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ കുഞ്ഞികൃഷ്ണനെ പോലുള്ളവർ കുറ്റപ്പെടുത്തുന്നത്. തുരങ്കപാതയ്ക്കായി നടത്തുന്ന നിയന്ത്രിത സ്ഫോടനങ്ങളാണെങ്കിൽ പോലും അവയുണ്ടാകുന്ന ആന്തരിക പ്രകമ്പനങ്ങൾ ദുർബലമായ ഉപരിതല മൺപാളികളെ പാറകളിൽ നിന്ന് വേർപെടുത്തുകയും കാലവർഷത്തിൽ പെയ്യുന്ന അതിതീവ്ര മഴ ഈ വിടവുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് മൺപാളികളെ ഒന്നാകെ തെന്നിമാറ്റാൻ കാരണമാക്കുകയും അതുവഴി വലിയ ഒരു ഉരുൾപൊട്ടലുകളായി അത് പരിണമിക്കുകയും ചെയ്യും എന്നാണ് ഇവർ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ മൺപാളികൾക്ക് ആഴം കൂടുതലാണെങ്കിലും അവയ്ക്ക് പാറയോടുള്ള പറ്റിപ്പിടുത്തം വളരെ കുറവാണ്. പശ്ചിമഘട്ടം അറബിക്കടലിൽ നിന്നുള്ള മൺസൂൺ മേഘങ്ങളെ ആദ്യം സ്വീകരിക്കുന്ന പ്രതിരോധ മതിലാണ്. ആഗോളതാപനത്തിന്റെ ഫലമായി അറബിക്കടൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വരുന്ന കനം കൂടിയ കൂമ്പാര മേഘങ്ങൾ ഈ മലനിരകളിൽ തട്ടി അതിതീവ്ര മേഘ വിസ്ഫോടനങ്ങൾക്ക് കാരണമാകും. ദിവസങ്ങൾ കൊണ്ട് പെയ്യേണ്ട മഴ മണിക്കൂറുകൾക്കുള്ളിൽ പെയ്തു തീരുമ്പോൾ മണ്ണിൻ്റെ ജലശേഖരണ ശേഷിയും അവസാനിക്കും. മലകൾ വെട്ടിമുറിച്ചും കോൺക്രീറ്റ് ചുവരുകൾ നിർമ്മിച്ചും പ്രകൃതിയെ തടയാൻ നോക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യകൾ ഇത്തരം അതിതീവ്ര മഴയ്ക്ക് മുന്നിൽ തകർന്നടിയും. എൽനിനോ പ്രതിഭാസങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ആവർത്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യക്ക് പ്രകൃതിക്ഷോഭങ്ങളെ തടയാൻ ആകും എന്നതൊരു മിഥ്യാധാരണ മാത്രമാണ് എന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. സഹസ്രാബ്ദങ്ങളായി പ്രകൃതി ഒരുക്കിയ ചാലിയാർ വാലിയുടെയും പശ്ചിമഘട്ടത്തിൻ്റെയും ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ട് കൂടുതൽ കാലം മുന്നോട്ടു പോകാൻ ആകില്ല എന്ന നിലപാട് മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്കുമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായിരുന്നാലും തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം അതിൻ്റെ പ്രവർത്തനങ്ങൾ 2 വശങ്ങളിലും കള്ളാടിയിലാണെങ്കിലും ആനക്കാമ്പൊയിലാണെങ്കിലും ഇപ്പോൾ നിർത്തിവെച്ച അവസ്ഥയാണ്. ഇത് ഇനി എന്ന് തുടരും എന്നത് ഇനി ഒരു പക്ഷേ വർഷകാലത്തിന് ശേഷമായിരിക്കുമോ? ഇനി വർഷകാലത്തിന് ശേഷവും ഇത്തരം നിലപാടുകളുമായി പരിസ്ഥിതി പ്രവർത്തകരും ഇതേ പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മന്ത്രിമാരും മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഒരു അനിശ്ചിതത്വം ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയപ്പെടുന്നുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.